സ്നേഹമുള്ളവരെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഹൃദയം തുറന്ന് കേൾക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ വചനാനുസൃതമായി രൂപപ്പെടുത്താനും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ വചനം സംസാരിക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനുള്ള കൃപാവരം ഈ സമയങ്ങളിൽ പ്രത്യേകമായി ഞങ്ങൾക്ക് ലഭിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരോടും ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 1 വാക്യം ഇപ്രകാരമാണ്: ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. തുടർന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പിന്നീട് വായിക്കാം. തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ഈശോ തന്നെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ഈ 3 വർഷവും കർത്താവ് ശ്രമിച്ചത് താൻ ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനാണ്. ഇവിടെ ശിഷ്യന്മാരുടെ മുൻപിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈശോയുടെ ഒരു ചിത്രമാണ്. എന്താണ് ഈശോ ഇവിടെ തന്നെ വെളിപ്പെടുത്തിയത്? ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെയാണ്. 2 വാക്യം മുതൽ വായിക്കുമ്പോൾ, ശിമയോൻ പത്രോസ്, ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, അങ്ങനെ മറ്റ് 6 ശിഷ്യന്മാരുടെ പേരും കൂടി പറഞ്ഞിട്ട് അവർ ഒരുമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പത്രോസും ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം, ഉത്ഥാനത്തിന് ശേഷം ഒരുപക്ഷെ അവർക്ക് വലിയ വ്യക്തതയൊന്നുമില്ല. സത്യത്തിൽ ഗുരുവിന് എന്ത് സംഭവിച്ചു എന്ന് പോലും അത്ര വ്യക്തതയില്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് അവരായിരിക്കുന്നത്. അല്പം ഭയമുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വലിയ ധാരണകളൊന്നും അവരെ സംബന്ധിച്ചില്ല. അങ്ങനെ ഒരുപക്ഷെ അല്പം നൈരാശ്യവും ഒക്കെ കാണുമായിരിക്കാം. കാരണം അവർക്കിപ്പോഴും കാര്യങ്ങളൊന്നും അങ്ങ് പിടികിട്ടിയിട്ടില്ല. അങ്ങനെ അവർ ആ 7 പേർ, പത്രോസിന് കൂടെ മറ്റ് 6 പേരും 7 പേർ ഒരുമിച്ചിരിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ അതിനകത്ത് തന്നെ അവരുടെ ഒരു നൈരാശ്യവും പ്രത്യാശയില്ലായ്മയൊക്കെ അതിനകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട്. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കാത്തിരുന്ന് മടുത്തെന്നോ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്നോ എന്തൊക്കെയൊക്കെ അതിനകത്ത് വായിച്ചെടുക്കാം. ഏതായാലും പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ പഴയ പണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മറ്റ്6 പേരും അവനോട് കൂടെ പറഞ്ഞു, ഞങ്ങളും വരുന്നു. പ്രിയപ്പെട്ടവരെ, സത്യത്തിലൊരു ദയനീയ ചിത്രമാണ്. 3 വർഷം കൂടെ നടന്ന് പലതും കണ്ട് കേട്ട് മനസ്സിലാക്കി ഇപ്പോൾ ഇതാ എല്ലാം ഇട്ടെറിഞ്ഞ് പോവുകയാണ്. അങ്ങനെ അവർ 7 പേരും ചേർന്ന് പഴയ തൊഴിലിലേക്ക് പോയി. ഒരു തകർച്ച എന്ന് വേണേൽ നമുക്കിതിനെ പറയാം. ലക്ഷ്യബോധമില്ലാതെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നു എന്ന് വേണേൽ പറയാം. സത്യത്തിൽ ആരാണ് ഈ പോയതെന്ന് ഓർക്കണം. മർക്കോസ് സുവിശേഷം 3 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ ശിഷ്യരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാനയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായി അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. ആ 12 പേരിൽ ഒരാൾ എന്നേ പോയി ഈശോയെ ഒറ്റിക്കൊടുത്ത് അയാളുടെ വഴി അന്വേഷിച്ചു. അയാൾ പോയി. ഇനി ശേഷിക്കുന്ന 11. ആ 11-ൽ 7 പേരാണ് ഇപ്പോൾ അവരവരുടെ വഴിയെ പോകുന്നത്. ശരിക്കും ദയനീയമായൊരു ചിത്രം, വീഴ്ചയുടെ ചിത്രം, വീണവരുടെ ചിത്രം. അങ്ങനെ ആ രാത്രി മുഴുവനും അവർ തിബേരിയാസ് കടൽ പൊങ്ങി അരിച്ചു പെറുക്കി അവസാനം നേരം വെളുക്കുമ്പം അവർ ഒരു ചെറു മീൻ പോലും കിട്ടാതെ തിരിച്ചു വരുന്നുണ്ട്. അവിടെയാണ് അവരുടെ നൈരാശ്യം വർദ്ധിച്ചത്. ഒരുപക്ഷെ പഠിച്ച തൊഴിൽ പോലും ഇപ്പം മറന്നുപോയി, ഒന്നും കിട്ടിയില്ലല്ലോ. 2, കുറ്റബോധം കൊണ്ട് തല താഴുന്നുണ്ട്. ഇപ്പോൾ
ഗുരു പറഞ്ഞത് ഇതല്ലല്ലോ, ഗുരു പറഞ്ഞത് ഇതല്ല. ഇപ്പം വേണ്ടേ എല്ലാം ഇട്ടുപേക്ഷിച്ച് വഴി മാറി സഞ്ചരിച്ച് അവിടെ സഞ്ചരിച്ചിട്ടോ ഒന്നും കിട്ടണില്ല, അങ്ങനെ ആകെ തകർന്ന് തരിപ്പണമായി. നമുക്ക് അങ്ങനെ ചിത്രീകരിക്കാം അവരുടെ തിരിച്ചുവരവ്. തകർന്ന് തരിപ്പണമായി വരുന്ന, തോറ്റു തുന്നം പാടി, അങ്ങനെയൊക്കെ പറയാം, തോറ്റു തുന്നം പാടി തകർന്ന് തരിപ്പണമായി തിരിച്ചു വരുന്ന ശിഷ്യരുടെ മുൻപിൽ ഈശോ തന്നെ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചാൽ കണക്കറ്റ് ശകാരിക്കണം അവരെ. കാരണം 3 വർഷം ഗുരു കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ചത് ഇതൊന്നുമല്ല, കാണിച്ചു കൊടുത്തത് ഇതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ കണക്കറ്റ് ശകാരിക്കണം. പോയിട്ട് കിട്ടിയില്ലടാ, കണക്കറ്റ് ശകാരിക്കണം. അവരത് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. തീരത്ത് നിൽക്കുന്നത് ഗുരുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ കാണുന്ന ഗുരു, കർത്താവായ ഈശോ, പ്രിയപ്പെട്ടവരെ, വീണവനെ എഴുന്നേൽപ്പിക്കുന്ന, അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഗുരുവിൻ്റെ, ഒരു കർത്താവിൻ്റെ ചിത്രമാണ് വരച്ച് കാണിക്കുന്നത്. അവൻ വീണവനാണ്. പത്രോസും കൂട്ടരും വീണവരാണ്, തോറ്റവരാണ്, തോറ്റു തുന്നം പാടിയവരാണ്. പക്ഷേ ഗുരു വീണവരുടെ കൂടെ നിൽക്കുകയാണ്, വീണവരുടെ ഒപ്പം നിൽക്കുകയാണ്. ഇനി വീണവർക്കിവിടെ വേണ്ടത് ഒപ്പം നിൽക്കുന്ന ഗുരുക്കന്മാരെയാണ്. വീഴ്ചകൾ മനുഷ്യർക്കുണ്ടാവും. എടുത്ത തീരുമാനങ്ങൾ ചിലപ്പം തെറ്റിക്കും. മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത വഴിയെ ചിലപ്പോൾ മക്കൾ സഞ്ചരിക്കില്ല, നേരെ എതിർവശത്ത് അല്ലെ എതിർവഴിയെ സഞ്ചരിക്കും. വീഴ്ച മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവും. കുട്ടികൾക്ക് വീഴ്ചയുണ്ടാവും, മുതിർന്നവർക്ക് വീഴ്ചയുണ്ടാവും, ഭാര്യയ്ക്ക് വീഴ്ചയുണ്ടാവും, ഭർത്താവിന് വീഴ്ചയുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇനി വേണ്ടത് വീണവരുടെ കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെയാണ്. മക്കൾക്ക് വീഴ്ചകളുണ്ടാവും. വീണ മക്കളുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന മാതാപിതാക്കളാവണം നമ്മളെന്ന് ഒരു സൂചന ഇതിനകത്തുണ്ട്. ശിഷ്യർക്ക് വീഴ്ചയുണ്ടാവും. വീണ ശിഷ്യരുടെ കൂടെ നിൽക്കുന്ന ഗുരുക്കളാകണം നമ്മളെന്ന് ഇതിനകത്തൊരു സൂചനയുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും പറ്റുന്നത് വീണവരുടെ കൂടെ നിൽക്കാൻ ആളില്ല എന്നതാണ് നമ്മുടെ ഒരു ഗതികേട്. അത് വിശ്വാസ ജീവിതത്തിൽ, അതെ, ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് വീഴ്ചയുണ്ടാവും. ലോകം അവരെ മാടി വിളിക്കും, പിശാചിൻ്റെ വഴികൾ അവരെ തട്ടിപ്പുകളിലേക്ക് കൊണ്ടുപോകും. നമ്മൾ വിചാരിക്കുന്ന നന്മ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിച്ചെന്ന് വരില്ല. ഇതൊക്കെ സംഭവിക്കും. നമ്മൾ വേദപാഠം പഠിപ്പിക്കുന്ന കുട്ടികൾ പഠിച്ചതൊന്നും ചിലപ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്ന് വരില്ല. ഇങ്ങനെ വീഴ്ച മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ വേണ്ടത് വീഴ്ചയുള്ളവരുടെ അല്ലെങ്കിൽ വീഴുന്നവരുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരെ. അവർക്ക് മാത്രമേ വീണവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റൂ. വീണവൻ്റെ കൂടെ നിൽക്കാത്ത ഒരുവനും വീണവനെ എഴുന്നേൽപ്പിക്കാനാവില്ല. കർത്താവ് എങ്ങനെയാണ് വീണവൻ്റെ കൂടെ നിന്നത്? അവർ വീണവരാണ്. പിന്നെ അവിടെ കിടന്ന് കുറേ കൂടി ശകാരിച്ചിട്ട്, വീണവനെ കുറേ കൂടി ശകാരിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? പകരം വീണവനെ ചേർത്ത് നിർത്തുക, വീണവൻ്റെ ഒപ്പം നിൽക്കുക മാത്രമേ ഒരു പരിഹാരമുള്ളൂ എന്ന് കർത്താവിനറിയാം, ഗുരുവിനറിയാം. അതുകൊണ്ടാണ് ഗുരു അവരോട് ചോദിച്ചു, മക്കളെ വല്ലതും കിട്ടിയോ? ഇത് കല്ല് വെച്ചൊരു ചോദ്യമല്ല. കിട്ടിയില്ലേടാ, ആ ചോദ്യമല്ല. വല്ലതും കിട്ടിയോ? കിട്ടിയില്ലെന്ന് ഗുരുവിനറിയാം. അപ്പോൾ ഗുരു അവനെ മീൻ പിടിക്കാൻ വീണ്ടും പഠിപ്പിക്കുകയാണ്. ഓർക്കണം, ഇതിനു വേണ്ടിയല്ല ഗുരു അവരെ വിളിച്ചതെന്ന് ഓർക്കണം. യാക്കോബിൻ്റെ മക്കളെ വിളിക്കുമ്പോഴും, അതായത് സബദിയുടെ മക്കളെ വിളിക്കുമ്പോഴും, യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും അന്ത്രയോസിനെയും വിളിക്കുമ്പോഴും ഗുരു വളരെ വ്യക്തതയോടെയാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ മീൻ പിടിക്കേണ്ടവർ അല്ല, നിങ്ങളുടെ പണി മനുഷ്യരെ പിടുത്തമാണ്. അല്പം കൂടി ഗൗരവമുള്ള, അല്പം കൂടി ഉത്തരവാദിത്വമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വിളിയാണ് നിങ്ങളുടേത്. ഇപ്പം പ്രിയപ്പെട്ടവരെ, അതൊക്കെ വിട്ടുപേക്ഷിച്ചിട്ട് വീണ്ടും മത്സ്യങ്ങളെ പിടിക്കാൻ പോയി. അവിടെയാണ് ഒന്നും കിട്ടാതെ തിരിച്ചു വന്നിരിക്കുന്നത്. സത്യത്തിൽ ഗുരു അവരെ വീണ്ടും മീൻ പിടിക്കാൻ തന്നെയാണ് സഹായിക്കുന്നത്. അവർക്ക് അത്രേ ത്രാണിയുള്ളൂ.
മനുഷ്യരെ പിടിക്കുക എന്നൊക്കെയുള്ള വലിയ ലക്ഷ്യങ്ങളിലേക്ക് അവരുടെ ഹൃദയം ഇതുവരെ ഉയർന്നിട്ടില്ല. അവർ നിൽക്കുന്നത് താഴെ തട്ടിലാണ്. അപ്പോൾ ഗുരു അവരുടെ തട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവരെ മീൻ പിടിക്കാൻ സഹായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സുന്ദരമായൊരു ചിത്രമാണ്. ഇന്ന് നമ്മുടെ വീടുകളിലും നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മുടെ പള്ളികളിലും ഒക്കെ വേണ്ട ഒരു ചിത്രം ഇതാണ്. വീണവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ വീഴ്ചയോടൊപ്പം നിൽക്കുന്ന ഗുരുക്കളാണ് നമ്മുടെ സമൂഹത്തിൽ, മാതാപിതാക്കളാണ് നമ്മുടെ സമൂഹത്തിൽ, അധ്യാപകരാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വേണ്ടത്. വീണവൻ്റെ കൂടെ നിൽക്കുന്നവൻ. എന്നിട്ട് ഈ പത്രോസിനെയും കൂട്ടരെയും മീൻ പിടിക്കാൻ സഹായിക്കുകയാണ്. അല്ലാതെ വന്നപ്പം അവരെ പിടിച്ച് കരയിലേക്ക് കയറ്റിക്കൊണ്ടുവരുമല്ല, അവരെ മീൻ പിടിക്കാൻ സഹായിക്കുകയാണ്. മീനും നിറച്ച വലയുമായിട്ട് തിരിച്ചു വരുമ്പോൾ തീരത്ത് അവർ കണ്ട കാഴ്ച അവരുടെ കണ്ണുകളിൽ അത്ഭുതം വിടർത്തി. എന്താ കണ്ടതെന്നറിയാമോ? തീരത്തിത അവർ പിടിച്ചുകൊണ്ടുവരുന്ന മീൻ കാത്ത് ഒരാൾ, ഗുരു, അപ്പം ചുട്ട് കാത്തിരിക്കുന്നു. എന്നിട്ടോ, നിങ്ങൾ ഇപ്പം പിടിച്ച മീൻ കൊണ്ടുവാ. അങ്ങനെ അതും വേവിച്ച് ആ ചുട്ട അപ്പവും ഈ മീനും കൊടുത്തിട്ട് ഇവരോട് പറയുന്നു, നിങ്ങൾ പ്രാതൽ കഴിക്കുക. അവരുടെ കൂടെ ഇരുന്ന് വീണവൻ്റെ കൂടെ ഇരുന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവൻ, വീണവൻ്റെ വീഴ്ച മനസ്സിലാക്കി അവനെ സഹായിക്കുന്നവൻ. നമുക്ക് വേണ്ടത് വീഴുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെയാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം. വീടുകളിൽ വേണ്ടത് അതാണ്. ഭർത്താവിന് വീഴ്ച സംഭവിക്കും. ചിലപ്പോൾ മദ്യത്തിൽ നിന്ന് അയാൾക്ക് മോചനം കിട്ടുന്നില്ല. ഭാര്യ വടിയും തടിയുമായി, ഉപദേശവും നേർച്ച കാഴ്ചകളുമായി, പ്രാർത്ഥനയും മറ്റു ഭക്തിമാർഗങ്ങളുമായി അയാളെ നന്നാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ധാരാളമുണ്ട്. വീണ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് നിന്നിട്ട് സാരമില്ലെന്നേ എന്നൊന്ന് പറയുന്ന ഭാര്യമാർ ഈ കർത്താവെന്ന ഗുരുവിനെ വീണ്ടും പ്രതിഫലിപ്പിക്കും. നിങ്ങൾ ഇന്നും കുടിച്ചോ? നിങ്ങൾ ഇന്നും കുടിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കാൻ എത്ര എളുപ്പമാണ്. ഒരുപക്ഷെ കുറ്റബോധം കാണും ആ മനുഷ്യൻ മദ്യപിച്ച് കയറി വരുമ്പോൾ. അയാളോട് സാരമില്ലെന്നേ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു ഭാര്യ നമ്മുടെ വീട്ടുകളിൽ ഈ ഗുരുവിനെ പ്രതിഫലിപ്പിക്കും, ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കും. നമ്മുടെ വീടുകളിൽ ക്രിസ്തു വീണ്ടും ജീവിക്കും. അപ്പോൾ തെറ്റുപറ്റിയ മകനെ, വീണ്ടും തെറ്റ് ചെയ്ത മകനെ, പിന്നെയും തെറ്റ് ചെയ്ത മകനെ ശാസനകളും അന്ത്യശാസനകളും ഒക്കെ ആയിട്ട് നേരിടുന്ന മാതാപിതാക്കളാകാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇനി അങ്ങനെ കാണിച്ചാൽ, ഇനി നീ ഇത് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞ് അന്ത്യശാസനം നൽകാൻ വളരെ എളുപ്പമാണ്. സാരമില്ലടാ എന്ന് പറഞ്ഞ് ചേർത്ത് നിൽക്കുന്ന അപ്പനാവാൻ ഇച്ചിരി പ്രയാസമാണത്. അങ്ങനെ ചെയ്താൽ ക്രിസ്തു നമ്മുടെ വീടുകളിൽ പ്രതിഫലിപ്പിക്കപ്പെടും. നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പനിലൂടെ ക്രിസ്തുവിനെ കാണും. പ്രിയപ്പെട്ടവരെ, വീണവൻ്റെ ചേർത്ത് നിർത്തുന്ന, ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന സമൂഹമാവാൻ, വ്യക്തിയാവാൻ ഇന്ന് നമ്മളെ കർത്താവ് ക്ഷണിക്കുന്നുണ്ട്. ഇതിന് തന്നെ മറ്റൊരു ഉദാഹരണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ, അതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈശോ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇതൊന്നും മനസ്സിലാവാതെ ജീവിക്കുന്ന ശിഷ്യന്മാർ 2 പേർ അവരവരുടെ വഴിക്ക് പോവുകയാണ്. 7 പേർ ഈ വഴിക്ക് പോയെങ്കിൽ 2 പേർ വേറൊരു വഴിക്ക് പോവുകയാണ്. അവർ സ്ഥലം പോലും വിട്ടിട്ടാണ് പോകുന്നത്. ജെറൂസലമിൽ നിന്ന് അവർ യാത്ര പുറപ്പെടുകയാണ്, പോവുകയാണ് അവർ. എന്തൊരു പരിതാപകരമായ അനുഭവമാണത്. കൂടെ നടന്ന ഈ മനുഷ്യർക്ക് ഗുരുവിനെ ഇനിയും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാവും? അകലെ നിന്ന് കണ്ടവർക്കോ? പക്ഷെ കൂടെ നടന്നവർ സകല പ്രതീക്ഷയും വിട്ടിട്ട് അവർ വഴിതെറ്റി എത്രയോ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ ഈശോയും യാത്ര ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 15-ാമത്തെ വാക്യം, 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. തകർന്നവൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഗുരു, വീണവൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഗുരു അവൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഇന്ന് വേണ്ടത് ഈ സഹയാത്രികരെയാണ്. ഇന്ന് വേണ്ടത്
ഫ്രാൻസിസ് മാർപ്പാപ്പ സുന്ദരമായി പറഞ്ഞു, ഇന്ന് വേണ്ടത് സഹഗമനമാണ്, കൂടെ പോവലാണ് വേണ്ടത്, ഒപ്പം നടക്കലാണ് വേണ്ടത്. വീടുകളിൽ വേണ്ടത് ഒപ്പം നടക്കലാണ്, പള്ളിക്കൂടങ്ങളിൽ വേണ്ടത് ഒപ്പം നടക്കലാണ്, പള്ളികളിൽ വേണ്ടത് ഒപ്പം നടക്കലാണ്. മനുഷ്യൻ്റെ വേദനകൾ അല്ലെങ്കിൽ അവൻ്റെ ഇല്ലായ്മകൾ, അവൻ്റെ തെറ്റുകൾ, അവൻ്റെ വീഴ്ചകൾ ഒപ്പം നടക്കലാണ്. ഇവിടെ ഒപ്പം നടക്കുന്ന ഈശോയെയാണ് കാണുന്നത്. 4 കാര്യങ്ങൾ ഈ നടന്നു പോകുന്ന ശിഷ്യരെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവർ തർക്കിക്കുന്നവരാണ്. നോക്കണം, ശിഷ്യന്മാർ തർക്കിക്കുന്നവരാണ്. ശിഷ്യരുടെ ഒരു ഗുണവും പ്രകടിപ്പിക്കാത്തവണ്ണം അവർ തർക്കിക്കുന്നവരാണ്. 2, ഹൃദയം മന്ദീഭവിച്ചവരാണ്. 3 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർ 3-ാം കൊല്ലവും അവർ ഹൃദയം തകർന്നാണ് ജീവിക്കുന്നത്. 3, ഭോഷരാണ്. ഒരു സാധാരണക്കാരൻ്റെ പോലും ജ്ഞാനമില്ലാത്തവണ്ണം ഭോഷത്തരമാണ് അവർ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. 4, അവർ ദുഃഖിതരാണ്. നോക്കണം, 3 വർഷം കൂടെ നടന്നിട്ട് സത്യത്തിൽ അവരൊന്നും പഠിച്ചില്ലെന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് കൂടെ നടക്കുന്ന ആരുടെ കൂട്ടത്തിലാണ്? തർക്കിക്കുന്നവരുടെ കൂടെ അവൻ നടക്കുകയാണ്. ഹൃദയം മന്ദീഭവിച്ചവരുടെ ഒപ്പം അവൻ നടക്കുകയാണ്. ഭോഷത്തരം മാത്രം സംസാരിക്കുന്നവരുടെ കൂടെ അവൻ നടക്കുകയാണ്. ദുഃഖിതരുടെ കൂടെ അവൻ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് അനുവർത്തിക്കാവുന്ന ഏറ്റവും വലിയ ഉദാഹരണം ഇത് തന്നെയാണ്. വഴക്ക് പറയാതെ, ഉപദേശിക്കാതെ, ഇന്ന് നമ്മുടെ സമൂഹം, നമ്മുടെ വീടുകൾ, നമ്മുടെ വിദ്യാലയങ്ങൾ ഒക്കെ ഈ ഉപദേശങ്ങൾ കൊണ്ടും ശകാരങ്ങൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ ഗുരുവെന്ന് വിചാരിക്കുന്നത് ഈ ഉപദേശവും ശകാരവും കുറ്റപ്പെടുത്തലുകളും ഒക്കെയായി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ ഗുരുവെന്ന് അറിയാണ്ട് നമ്മുടെ ഉള്ളു ധരിച്ചുപോയി. വീടുകളിൽ മാതാപിതാക്കൾ ഇത്തരം ഗുരുക്കളാകാൻ ശ്രമിക്കുകയാണ്. ശകാരത്തോട് ശകാരം വേണ്ടെന്നല്ല, പക്ഷേ ഒപ്പം നടക്കുന്ന മാതാപിതാക്കളുടെ, ഒപ്പം നടക്കുന്ന അധ്യാപകരുടെ, ഒപ്പം നടക്കുന്ന ആത്മീയ ഗുരുക്കളുടെ, നമ്മുടെ ചില സുവിശേഷ പ്രഘോഷണ വേദികൾ പോലും ശകാരങ്ങളുടെ വീണവനാണ് വന്നിരിക്കുന്നത്. ശകാരങ്ങളുടെ, ഉപദേശങ്ങളുടെ സ്ഥലമായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇവിടെ കർത്താവ് കൂടെ നടക്കുകയാണ്, തകർന്നവൻ്റെ കൂടെ നടക്കുന്നു. അവർ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുമ്പം അതും കേട്ടോണ്ട് അവൻ കൂടെ നടക്കുന്നു. എന്നിട്ട് കൂടെ ഉറങ്ങുന്നു, കൂടെ ഭക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രോസസ്സാണ്, സമയമെടുക്കും. അവസാനം അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നുണ്ട്. തിബേരിയോസ് കടൽ തീരത്ത് അവസാനം അവരുടെ കണ്ണുകൾ തുറക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വായിക്കുന്ന വചനഭാഗം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വചനഭാഗം എന്താ? ഈശോ ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിൻ്റെ മറുപടി ചാഞ്ഞും ചരിഞ്ഞുമുള്ള മറുപടിയല്ല, പേടിച്ചരണ്ട മറുപടിയല്ല. ഉവ്വ് കർത്താവേ എന്നാണ് പറയണത്. എവിടുന്ന ഈ സ്റ്റാമിന കിട്ടിയത്? എവിടുന്ന ഈ ചൈതന്യം കിട്ടിയത്? എവിടുന്ന ഈ അഭിഷേകം കിട്ടിയത്? എവിടുന്ന ഈ ധൈര്യം കിട്ടിയത്? ഗുരു കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ കിട്ടിയ ചൈതന്യമാണത്. വീണവൻ്റെ കൂടെ അവൻ്റെ ഒപ്പം ഇരുന്ന് അവനെ സ്നേഹിച്ച് അവനെ മനസ്സിലാക്കി, അവൻ്റെ ക്ഷീണം മനസ്സിലാക്കി, അവൻ്റെ വിളർച്ച മനസ്സിലാക്കി, അവൻ്റെ തളർച്ച മനസ്സിലാക്കി, അവൻ്റെ ഒപ്പം ഇരുന്ന് വലിയ ഉപദേശങ്ങളുടെ വേലിയേറ്റം ഒന്നുമില്ലാതെ അവൻ്റെ കൂടെ ഇരുന്ന് അപ്പം കഴിച്ചപ്പോൾ, അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ പത്രോസിന് കിട്ടിയ ധൈര്യമാണത്. വീണവൻ എഴുന്നേറ്റ് നിന്നു. പ്രിയപ്പെട്ടവരെ, ഏത് വീണ വ്യക്തിയും എഴുന്നേൽക്കും. കൂടെ ഇരിക്കാൻ ആളുണ്ടെങ്കിൽ, കൂടെ നടക്കാൻ ആളുണ്ടെങ്കിൽ ഏത് വീണവനും എഴുന്നേൽക്കും. സാരമില്ലെന്നൊന്ന് പറയാൻ ധൈര്യമുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ ഏത് വീഴ്ചയിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കും. സാരമില്ലടാ എന്നൊന്ന് പറയാൻ ധൈര്യമുള്ള അധ്യാപകനോ അധ്യാപികയോ ഉണ്ടെങ്കിൽ നമ്മുടെ കൗമാരക്കാർ ഒക്കെ സ്കൂളുകളിൽ അവരുടെ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കും.
ഗുരു നമ്മളെ ക്ഷണിക്കുന്നുണ്ട് ഇത്തരം ഒരു കൂടെ നടപ്പിന് വേണ്ടി. യോഹന്നാൻ ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഈ കൂടെ നടന്ന് അവസാനം കൂടെ ഉണ്ട്, കൂടെ ഉറങ്ങി എന്നൊക്കെ പറയാം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഇത് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവസാനം എന്ത് കിട്ടി? ഈ വീണവന് വെട്ടം കിട്ടി, ഈ വീണവന് ധൈര്യം കിട്ടി. നമ്മൾ വായിക്കുന്നത് എന്താ? ആ പോയ 2 ശിഷ്യന്മാരില്ലേ, തർക്കിച്ചവർ, വാദിച്ചവർ, ഹൃദയം ഭവിച്ചവർ, ഭോഷർ, ദുഃഖിച്ചവർ, വഴിതെറ്റി എത്രയോ ദൂരം യാത്ര ചെയ്തവർ. കൃത്യമായിട്ട് കണക്ക് പറയുന്നുണ്ട്. 60 സ്താദിയോൺ യാത്ര ചെയ്തവർ, ഏകദേശം 11 കിലോമീറ്റർ യാത്ര ചെയ്തവർ. വഴിതെറ്റി 11 കിലോമീറ്റർ യാത്ര ചെയ്തവർ. ഈ 11 കിലോമീറ്ററും ഗുരു കൂടെ നടന്നു, സഹിഷ്ണുതയോടെ സ്നേഹിച്ച്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം വീണവൻ്റെ കൂടെ എത്ര നാൾ നടന്നാലും അതൊരു നഷ്ടമല്ല എന്നാണ്. ഉറങ്ങി വീണവൻ്റെ കൂടെ നടന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ അറിയാണ്ട് വെളിച്ചം കിട്ടി. എപ്പോഴോ ഒരു വെളിച്ചം കിട്ടി അവൻ്റെ ഉള്ളിൽ. അവൻ ചാടി എഴുന്നേറ്റു. എന്നിട്ടോ തിരിച്ചു പോന്നു. ഈ 11 കിലോമീറ്ററും അവൻ തിരിച്ചു നടന്നു. തിരിച്ചു നടക്കും. ഭർത്താവ് തിരിച്ചു നടക്കും. ഭാര്യ ഭർത്താവിൻ്റെ വീഴ്ചയിൽ ഒപ്പം നിന്നാൽ ഭാര്യ തിരിച്ചു നടക്കും. അവളുടെ വീഴ്ചയിൽ ഭർത്താവ് സ്നേഹിച്ചും തലോടിയും മനസ്സിലാക്കിയും ഒപ്പം നിന്നാൽ അവൾ തിരിച്ചു നടക്കും. നമ്മുടെ മക്കൾ ഏതറ്റം വരെ പോയാലും അവർ തിരിച്ചു നടക്കും. നമ്മൾ മാതാപിതാക്കൾ അവരുടെ വീഴ്ചയുടെ ആഴം മനസ്സിലാക്കി ചേർന്ന് നിന്നാൽ, ഇത്തിരി അപ്പം കൊടുത്തും സ്നേഹം കൊടുത്തും ഒക്കെ ഒന്ന് ചേർന്ന് നിന്നാൽ അവർ തിരിച്ചു നടക്കും. ഏത് അറ്റത്തു നിന്നും അവർ തിരിച്ചു നടക്കും. നമ്മുടെ മനുഷ്യർ തിരിച്ചു നടക്കും. ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിനുള്ള ഒരു സഹിഷ്ണുതയും അതിനുള്ളൊരു പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വീണവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി. വിജയിച്ചവൻ്റെ കൂടെ നിൽക്കാൻ ധാരാളം മനുഷ്യരുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. വീണവൻ്റെ കൂടെ നിൽക്കാൻ വീണവനെ എല്ലാവരും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂൾ അന്തരീക്ഷത്തിൽ പോലും വീണവൻ ഒഴിവാക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ മത സാംസ്കാരിക ചുറ്റുപാടുകളിൽ വീണവൻ മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടത് വീണവൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു ധൈര്യമാണ് ഇനി വേണ്ടത്. ഇനി വേണ്ടത് വീണവൻ്റെ കൂടെ നിൽക്കുകയും വീണവൻ്റെ കൂടെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഇനി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തേണ്ടത്. നമ്മുടെ വീടിനകത്ത് നമുക്ക് ഈ സംസ്കാരം ആരംഭിക്കണം. നമ്മുടെ പള്ളികളിൽ നമുക്ക് ഈ സംസ്കാരം ആരംഭിക്കണം. നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിൽ വീണവനോടൊപ്പം നിൽക്കുന്ന ഈ സംസ്കാരം നമുക്ക് ആരംഭിക്കണം. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഈ സംസ്കാരം ആരംഭിക്കണം. അപ്പം ഇവിടെ യേശുവിനെ പ്രതിഫലിപ്പിക്കാൻ നമ്മുടെ വീടുകൾക്കകത്ത് യേശു പ്രതിഫലിപ്പിക്കപ്പെടും. അവിടെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. വീണവൻ വീണ്ടും വീണ്ടും എഴുന്നേൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വീഴുന്നവരെ മാറ്റി നിർത്താനുള്ളൊരു പ്രവണത ഞങ്ങളിൽ വളരെ ശക്തമാണ്. വീണവനെ ശകാരിക്കാനും ഉപദേശിക്കാനും ഒക്കെയുള്ള പ്രവണതയും ഞങ്ങളിൽ ശക്തമാണ്. വീണവനെ മനസ്സിലാക്കാനോ വീണവൻ്റെ കൂടെ നിൽക്കാനോ വീണവനോട് കൂടെ യാത്ര ചെയ്യാനോ വീണവനോട് കൂടെ അപ്പം ഭക്ഷിക്കാനോ ഒക്കെയുള്ള സഹിഷ്ണുതയും വിശാലതയും ഞങ്ങൾക്ക് ചിലപ്പോൾ ഇല്ലാതെ പോകുന്നുണ്ട്. വീണ ശിഷ്യരുടെ കൂടെ, തകർന്ന ഹൃദയം മന്ദീഭവിച്ച, തർക്കിച്ച, വാദിച്ച, ഭോഷരായ ശിഷ്യരുടെ കൂടെ യാത്ര ചെയ്തതുപോലെ യാത്ര ചെയ്യാൻ ഉള്ള വലിയ ധൈര്യം ഞങ്ങൾക്ക് തരണം. അങ്ങനെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ക്രിസ്തു പ്രതിഫലിപ്പിക്കപ്പെടട്ടെ. അനേകർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കട്ടെ. കർത്താവെ, അതിനുള്ള കൃപാവരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.